മനുഷ്യൻ ചിന്തിക്കാനുള്ള ബ്രെയിനും അധ്വാനിക്കാനുള്ള കരവും നടക്കാനുള്ള കാലും എല്ലാം നൽകപ്പെട്ട രീതിയിൽ ഭൂമുഖത്ത് വരുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഹാര പ്രശ്നത്തിൽ ഒരിക്കലും ആശങ്ക വേണ്ട. മനുഷ്യൻ്റെ വർധനവിനനുസരിച്ച് അതിനുള്ള സാഹചര്യങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നു. അത് കൃഷി ചെയ്യുവാനും മറ്റു ഉൽപ്പാദനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനുമുള്ള ബുദ്ധിയും കഴിവും തൻ്റെയോടും പ്രകൃതിയിൽ അന്തർലീനമായി കിടക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളെയും പുറത്തെടുക്കുവാനുള്ള തൻ്റെടവും ശാസ്ത്രീയ വിവരവും ഒക്കെ മനുഷ്യന് അള്ളാഹു കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ എന്തിന് പേടിക്കണം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തസവ്വുജുൽ വദൂദൽ വലൂദ്, നിങ്ങൾ ഭർത്താക്കന്മാരെ അത്യധികമായി സ്നേഹിക്കുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണം. അൽ വദൂ അൽ വലൂദ്, അത്യധികമായി പ്രസവിക്കുന്ന വീരപ്രസുക്കളെ കല്യാണം കഴിക്കണം. അങ്ങനെ മക്കളുണ്ടായ ബുദ്ധിമുട്ടല്ലേ? എന്തിൻ്റെ ബുദ്ധിമുട്ടാണുള്ളത്? എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? സന്താന പരിപാലനത്തിൻ്റെയോ സംരക്ഷണത്തിൻ്റെയോ ബുദ്ധിമുട്ടാണോ? ഒരാളുടെ സന്താനങ്ങൾ മുഴുവനും അയാൾ തന്നെ സംരക്ഷിക്കണമെന്ന് എവിടെയും ഒരു നിയമവുമില്ല. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പ്രസ്ഥാനമായ ദീനുൽ ഇസ്ലാമിലില്ല. നിനക്ക് കഴിയുമോ നീ വളർത്തണം, ഇല്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെൻറ് വ്യവസ്ഥാപിതമല്ലേ? ഗവൺമെൻറ്റാണ് വേണ്ടത്, ഗവൺമെൻറ് വ്യവസ്ഥാപിതമല്ല. ഇസ്ലാമിക ഗവൺമെൻറ് ആണെങ്കിൽ അവിടെ പ്രത്യേകം നേരിട്ട് തന്നെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ രാജ്യത്തെ ആ ഗവൺമെൻറ് ബാധ്യത നിറവേറ്റുന്നില്ലെങ്കിൽ ഫഅലാമയാസീരിൽ മുസ്ലിമീൻ, അനാഥകളെ, അഗതികളെ, പാവങ്ങളെ അവരെ ആഹാരം കൊടുത്ത് രക്ഷിക്കേണ്ടത്, അവർക്ക് വസ്ത്രം കൊടുക്കേണ്ടത്, അവരുടെ വിദ്യാഭ്യാസ ചുമതല വഹിക്കേണ്ടത്, അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്, അവർക്ക് വീട് വെച്ചു കൊടുക്കേണ്ടത് ആരാണ്? ഫഅലാമയാസീരിൽ മുസ്ലിമീൻ, മുസ്ലിം സമ്പന്നന്മാരുടെ ബാധ്യതയാണ്. വഇന്ന ഫിൽ മാലി ലഹഖൻ സിവസ്സക്കാ, സക്കാത്തോടുകൂടി സാമ്പത്തിക ബാധ്യതകൾ മുതലാളിമാരുടേത് കഴിയുന്നില്ല. അതിന് പുറമെ വേറെയും പല ബാധ്യതകളും സമ്പന്നന്മാർക്കുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിലെ പാവങ്ങൾ, അവർ അവിവാഹിതർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ അവരിൽ നിന്ന് വീടില്ലാത്തവർക്ക് വീട് കിടപ്പാടമുണ്ടാക്കി കൊടുക്കണം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം, അവർക്ക് വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം സാമൂഹ്യ ബാധ്യത. ഫഅലാമയാസീരിൽ മുസ്ലിമീൻ, നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എല്ലാം വ്യക്തമായി ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള നിയമമാണ് ഈ പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്തിനാ പേടിക്കുന്നത്? പേടിയില്ല. ഇസ്ലാമിക ഭരണം നൂറ്റാണ്ടുകളോളം അല്ലെങ്കിൽ സഹസ്രാബ്ദത്തോളം മുസ്ലിം ലോകത്ത് നിലനിന്നപ്പോൾ അവിടെ ഒരൊറ്റ മുസൽമാനും പേടിച്ചിട്ടില്ല. കാരണം എന്താണ്? മുസ്ലിം കുടുംബത്തിൻ്റെ ബാധ്യത ഓരോ കുടുംബനാഥനുമുണ്ട്. അവന് നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ അത് ഏറ്റെടുക്കാൻ വേറെ ആളുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധത എല്ലാ വ്യക്തികളിലും ഇസ്ലാം സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് സമൂഹം ഒന്നിച്ചേറ്റെടുത്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിൻ്റെ മൂർത്തിബൽഭാവങ്ങളായ ആ പാശ്ചാത്യരായ ആളുകളുടെ ചിന്ത ഒന്നോ രണ്ടോ മതി, അതിൽ കൂടുതലായാൽ നാം ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, കുട്ടികൾക്ക് വളർത്താൻ കഴിയില്ല, അവർക്ക് ആഹാരം കൊടുക്കാൻ കഴിയില്ല, വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുകയില്ല എന്ന പഴകിപ്പൊളിച്ച ആ സിദ്ധാന്തം നമുക്ക് കരണീയമല്ല, സ്വീകാര്യമല്ല. വിവാഹത്തിൻ്റെ സുപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം അത് സന്തത്യുൽപാദനം തന്നെ. തസവ്വജൂ, നിങ്ങൾ വിവാഹം കഴിക്കണം. അൽ വദൂദ് അൽ വലൂദ്, ഭർത്താക്കന്മാരെ കൂടുതൽ സ്നേഹിക്കുകയും അതിയായി പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വിവാഹത്തിൻ്റെ ലക്ഷ്യം, പ്രധാനമായ ലക്ഷ്യം അതാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ ഇനി വിവാഹത്തിലേക്ക് നമുക്ക് കടക്കാം. ഒരു ഇണ വേണം, ഭാര്യ വേണം. എത്ര എണ്ണം വേണം? എണ്ണം ആവശ്യത്തിനനുസരിച്ച് 4 വരെയാകാം. അതിനൊരുപാട് ഉപാധികളുണ്ട്. ആ ഉപാധികൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഒരു ഭാര്യയെക്കൊണ്ട് തൻ്റെ ആവശ്യം നിറവേറ്റപ്പെടാത്ത സാഹചര്യമുണ്ട്. ഒന്നിലധികം ഭാര്യമാരെ തീറ്റിപ്പൊറ്റുവാനും ഭരിക്കുവാനുമുള്ള സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ ഇച്ഛാശക്തിയും പവറും ആരോഗ്യവും അതുപോലെ തന്നെ സാമ്പത്തിക ശേഷി ഉണ്ടോ? അതിനനുസൃതമായി 1, 2, 3, 4 വരെയാകാം. പക്ഷേ സാധാരണഗതിയിൽ അത് നിർത്തിപ്പോകാൻ വളരെ കൂടുതൽ പ്രയാസമുണ്ട്. വഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ, അങ്ങനെ കർക്കശമായ നീതി പാലിച്ച് ബഹുഭാര്യത്വം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഏകഭാര്യാവ്രതം 1 മതി, വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് മുസ്ലിമുകൾ ഭൂരിപക്ഷം ആളുകളും
അങ്ങനെ ഏകഭാര്യത്വം സ്വീകരിച്ചു വരികയാണ്. എന്ത് ചെയ്യുന്നത്? നമുക്ക് അതിനെ കഴിയുകയുള്ളൂ. കഴിയുന്നവർക്ക് ഒന്നിലധികം ഭാര്യമാരാകാം. അതിന് ഇസ്ലാമിൽ യാതൊരു വിലക്കുമില്ല. പക്ഷേ അതിന് നിയമങ്ങൾ വളരെ കർക്കശമാണെന്ന് മാത്രം. സഹശയന രാത്രികളിൽ പോലും പത്നിമാരോട്, ഒന്നിലധികം പത്നിമാരുണ്ടെങ്കിൽ അവരോട് നീതി പാലിച്ചു കൊള്ളണം. അതിന് സാധിക്കാതെ വരുന്നുവെങ്കിൽ ഒരു ഭാര്യ മതി. പക്ഷേ ഈ സ്വീകരിക്കുന്ന ഭാര്യ ഒന്നാകട്ടെ ഒന്നിൽ കൂടുതലാകട്ടെ, ഭാര്യ എങ്ങനെയുള്ള പെണ്ണാകണം? ആരെയാണ് കല്യാണം കഴിക്കേണ്ടത്? തുങ്കഹുൽ മർഅത്തു ലി അർബഈൻ. സാധാരണഗതിയിൽ മനുഷ്യന് വിവാഹത്തിന് പ്രേരകമായി വർത്തിക്കുന്ന 4 കാര്യങ്ങളുണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 4-ൽ 1 മുൻതൂക്കം നൽകുകയാണ്. 1 മാലിഹ, സമ്പത്തിൻ്റെ പേരിൽ സാധാരണ വിവാഹം നടക്കാറുണ്ട്. വലി ഹസബിഹ, കുലീനതയുടെ പേരിൽ, തറവാട്ട് മഹിമയുടെ പേരിൽ വിവാഹം നടക്കാറുണ്ട്. വലി ജമാലിഹ, സൗന്ദര്യത്തിൻ്റെ പേരിൽ നടക്കാറുണ്ട്. വലി ദീനിഹ, മതനിഷ്ഠ, ധർമ്മനിഷ്ഠയുടെ പേരിൽ വിവാഹം നടക്കാറുണ്ട്. ഫളുഫർ ബിദാത്തി ദീൻ, നീ മതനിഷ്ഠയുള്ള, ധർമ്മനിഷ്ഠയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ 1-ാം സ്ഥാനം ആദ്യമായി നമ്മൾ നോക്കേണ്ടത്, ഒരു പെണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യമായി നോക്കേണ്ടത് അവൾക്ക് ധർമ്മനിഷ്ഠയുണ്ടോ, മതനിഷ്ഠയുണ്ടോ എന്ന ദീനത്തായ പെണ്ണാണോ എന്ന് നോക്കണം. സ്വത്ത് അൽമാലു ലില്ലുൻ സായിൽ, സമ്പത്ത് എന്ന് പറഞ്ഞ് നീങ്ങിപ്പോകുന്ന നേലാണ്. ഇന്നലത്തെ തെരുവുതണ്ടി ഇന്നത്തെ കോടീശ്വരനാകാം, ഇന്നത്തെ കോടീശ്വരൻ നാളത്തെ തെരുവുതണ്ടിയാകാം. അങ്ങനെ തന്നെ കുലീനത എന്ന് പറയുന്നത്, കുലീനത, തറവാട്ട് മഹിമ എന്ന് പറയുന്നത് എത്രയോ ഉയർന്ന തറവാട്ടിൽ ആ തറവാട്ട് മുഴുവൻ നശിപ്പിക്കുന്ന ആളുകൾ പിറവി കൊണ്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ശരിയായ സദാചാര ബോധവും ധർമ്മനിഷ്ഠയും ഇല്ലെങ്കിൽ തറവാട്ടിത്വം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതുപോലെ തന്നെ സൗന്ദര്യമെന്ന് പറയുന്നത് അത് ഒരു നിത്യമായ ശാശ്വതമായ കാര്യമല്ല. ഒരു വേള ലോകസുന്ദരി ലോക വിരൂപിണിയായി മാറിയേക്കാം. ഒരൊറ്റ രോഗം കൊണ്ട് വൈകൃതം സംഭവിക്കാം. സർവാംഗസുന്ദരൻ ചിലപ്പോൾ വികലങ്ങനായി മാറിയേക്കാം. അല്ലെങ്കിൽ തൻ്റെ ദൃഷ്ടിയിൽ സൗന്ദര്യമുണ്ടെന്ന് തോന്നിയ പെണ്ണ് 1-2 പ്രസവത്തോടുകൂടി അവിടെ സൗന്ദര്യം അന്തർദാനം ചെയ്യാം. അതൊന്നും തന്നെ ഒരു ശാശ്വതമായ വിവാഹത്തിൻ്റെ പ്രേരകമോ നിദാനമായി സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഫളുഫർ ബിദാത്തി ദീൻ, മതനിഷ്ഠയുള്ള പെണ്ണിനെ സ്വീകരിക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതനിഷ്ഠയുള്ള പെണ്ണുങ്ങളെ സ്വീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സൗന്ദര്യം നോക്കാം, സമ്പത്തുണ്ടോ എന്ന് നോക്കാം, അല്ലേ? സ്ത്രീധനക്കാര്യം ഇവിടെ പറഞ്ഞു. സ്ത്രീധനം വാങ്ങാൻ പാടുണ്ടോ, പാടില്ലേ? ഞാൻ പറയുന്നത് സ്ത്രീധനം കൊടുക്കണരുത് എന്നാണ് പറയുന്നത്. അതെന്താ കൊടുക്കണരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? അതുപോലെ വാങ്ങണരുത് എന്നാണ് പറയുന്നത്. കൊടുക്കണം, കൊടുക്കരുത്, അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് കൊടുക്കണരുത് എന്ന് പറഞ്ഞത്. വാങ്ങണം, വാങ്ങരുത് എന്നത് രണ്ടും കൂടി ചേർത്താണ് വാങ്ങണരുത് എന്ന് പറഞ്ഞത്. സ്ത്രീയുടെ കുടുംബത്തിൽ നിന്ന് ഒന്നും വാങ്ങാൻ പാടില്ല എന്നൊരു നിയമമില്ല. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ ബീബി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. മക്ക ജീവിതകാലത്താണ് വിവാഹം നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തോഴനായ സന്തത സഹചാരിയായ ഇസ്ലാമിലെ 1-ാമത്തെ പുരുഷ മെമ്പറായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ നൽകിയിട്ടുള്ളൊരു ബഹുമതിയായിരുന്നു അവിടുത്തെ പുത്രിയെ കല്യാണം കഴിക്കുക എന്നുള്ളത്. ലൈസ ബൈനൽ മുതഹാബൈനി മിസ്ലുൻ നിക്കാഹ്, പരസ്പര സ്നേഹമുള്ള ആളുകളുടെ ഇടയിൽ വിവാഹബന്ധം പോലെയുള്ള വേറെ ഒന്നില്ല. അപ്പോൾ സ്നേഹിതന്മാരായ ആളുകൾ തമ്മിൽ ചങ്ങാത്തമുണ്ടെങ്കിൽ അവിടെ വിവാഹബന്ധത്തിലൂടെ ഊട്ടിയുറപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് അക്ബർ റളിയല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട പുത്രിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന്, പക്ഷെ യാതൊരു ചലനവും കാണുന്നില്ല. അമ്മോശൻ തന്നെ ചെന്ന് പുതിയാപ്പളയുടെ അടുത്ത് ചെന്നിട്ട് കാര്യം മാരായുകയാണ്. അല്ല, നമ്മൾ നേരത്തിന് വിവാഹം നടത്തിയിരുന്നല്ലോ, ഒന്ന് വീട് കൂടേണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വിട്ട് വീട് വിട്ട്
സ്വന്തത്തെ വിട്ട് കുടുംബത്തെ വിട്ട് പലായനം ചെയ്ത്